ബ്രേക്ക്ഫാസ്റ്റിന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി നമുക്ക് നോക്കാം. ചിക്കൻ്റെ അളവ് കുറവായതുകൊണ്ട് 2 സവാള, 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. ഇതാദ്യം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ പച്ചമണമൊക്കെ തീരുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് നല്ലൊരു മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. ആവശ്യത്തിന് മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ അതിനാവശ്യമായ ചെറിയൊരു അളവിൽ ചിക്കൻ മസാല, എല്ലാം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല എളുപ്പമാണ്. രാവിലെ തിരക്ക് ഒഴിച്ച് നിൽക്കുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഗ്രേവി നന്നായിട്ട് കിട്ടും, നല്ല തിക്കായിട്ട്, വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ പച്ചമണമൊക്കെ, മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടെ ഇനി ഒന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് മിക്സിയിൽ അടിച്ചെടുത്ത ഗ്രേവിയാണ്. നല്ല ശകലം എണ്ണ ഒഴിച്ചൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മസാലയൊക്കെ ചേർത്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് നമുക്കിതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഈ ഗ്രേവിയിൽ കിടന്നതിന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നല്ല കുറുകിയ നല്ല ടേസ്റ്റോട് കൂടിയ ഗ്രേവി കിട്ടും. അപ്പത്തിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പം നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ചിക്കൻ കറിയാണ്. ശകലം പുറത്തോടി ശകലം എണ്ണ തൂവി കൊടുക്കാം. നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ചിക്കൻ കറി ആകുന്നത് വരെ.